ജീവനാദം. കേരള വെറ്ററിനറി സർവകലാശാലയുടെ റേഡിയോ പ്രക്ഷേപണ പരിപാടി. കേരള വെറ്ററിനറി ആൻഡ് ആനിമൽ സയൻസസ് സർവകലാശാല വയലും വീടും ജീവനാദം പ്രക്ഷേപണ പരമ്പരയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. കാലിക ജീവജാലകം. നമസ്കാരം. കാലിക ജീവജാലകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നാടകം അകിടുവീക്കവും പ്രതിരോധവും. രചന നിവിയ എസ് അഞ്ചനാട്ട്. എഡിറ്റിംഗ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ശിവം ശർമ്മ. ശബ്ദം നൽകുന്നവർ രമേശൻ, സിറിയക് ജെയിംസ്, അമ്മച്ചി അതുല്യ, ഡോക്ടർ അഞ്ജലി, ബിസ്മി എം കബീർ. അമ്മച്ചി, ഈ പശു ഇന്ന് ആകെ പ്രശ്നമാണല്ലോ. അകിലൊന്നും തൊടാൻ സമ്മതിക്കുന്നില്ല. വല്ലാത്ത തൊഴിയാ. എടാ രമേശ, അത് പ്രസവിച്ചിട്ട് അധിക ദിവസമായില്ലല്ലോ. നിനക്ക് അറിയുന്നതല്ലേ, നീ പതുക്കെ ഒന്ന് കറക്കാൻ നോക്ക്. അല്ല അമ്മച്ചി, ഇതിപ്പോ സ്വഭാവം മാറിയതായിട്ട് തോന്നുന്നില്ല. ഇതാ നോക്കിയേ, ഈ അകിട ആകെ ചുവന്ന് വിങ്ങിയിരിക്കുക. തൊടുമ്പോ തന്നെ അവക്ക് നല്ല വേദന എടുക്കുന്നുണ്ട്. അയ്യോ അമ്മച്ചി, ഇത് നോക്കിയേ, പാലല്ല വരുന്നത്. പാല് പിരിഞ്ഞ് തരി തരി പോലെയാ വരുന്നേ. ഇളം മഞ്ഞ നിറമുണ്ട്. ഇത് അകിട വീക്കമാ. ഇനി കറക്കാൻ നിൽക്കണ്ട. അത് പശുവിന് വേദനിക്കും, രോഗം കൂടുകയും ചെയ്യും. വേഗം ഡോക്ടറെ വിളിക്കും. അമ്മച്ചി, ഞാൻ പരിശോധിച്ചു. രമേശൻ പറഞ്ഞത് ശരിയാ. പശുവിന് അകിടുവീക്കാണ്. അത്യാവശ്യം പനിയുണ്ട് കേട്ടോ. ദേ, ഈ പശുവിന്റെ പിൻഭാഗം ശ്രദ്ധിച്ചോ? പ്രസവശേഷമുള്ള സ്രവങ്ങളും ചാണകവും ഒക്കെ അവിടെ പറ്റിപ്പിടിച്ചിരിപ്പുണ്ട്. അത് ഞാനത്ര കാര്യമാക്കിയില്ല ഡോക്ടറെ. അതാണ് തെറ്റ്. പശു കിടക്കുമ്പോൾ ഈ അഴുക്ക് അകിടിൽ തട്ടും. വാല് പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്കൊക്കെ ഉണ്ടല്ലോ, ഈ അകിടിലേക്ക് അടിക്കുമ്പോഴേക്കും അണുബാധ ഉണ്ടാകും. തൊഴുത്തിലെ തറയാണെങ്കിൽ നനഞ്ഞു ഇരിക്കുന്നയാ. അപ്പോൾ ഈ രോഗം വരാൻ ഇതൊരു മെയിൻ കാരണമാണ് കേട്ടോ. എന്റെ ഡോക്ടറെ, ഇത് വലിയ അസുഖം വല്ലതുമാണോ? ഇവള് പ്രസവിച്ചിട്ട് ഒരാഴ്ചയായുള്ളൂ. അയ്യോ, പേടിക്കണ്ട അമ്മച്ചി. തുടക്കത്തിൽ കണ്ടുപിടിച്ചതുകൊണ്ട് നമുക്ക് ചികിത്സിച്ച് മാറ്റാവുന്നതേ ഉള്ളൂ. ഈ അകിടിലെ മുലക്കണ്ണിലൂടെ ഈ ബാക്ടീരിയാസ് ഒക്കെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ടാവുന്നതാണിത്. തറയിൽ ഈർപ്പം നിൽക്കുന്നതും വൃത്തിയില്ലായ്മയൊക്കെ ഇതിന്റെ ഒരു പ്രധാന കാരണമാണ്. ഡോക്ടറെ, ഇതിനിപ്പോ ഞാൻ എന്താ നീ ചെയ്യണ്ടേ? അമ്മച്ചി, ഞാൻ ഇപ്പൊ എന്തായാലും ഒരു ആന്റിബയോട്ടിക് ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഒപ്പം അകിടിൽ കയറ്റാനുള്ള ഒരു മരുന്നും കൂടെ തരാം. അത് കൃത്യമായിട്ട് ഒരു 5 ദിവസം മുടങ്ങാണ്ട് ചെയ്യണം. പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. എന്തൊക്കെയാ മോളെ? ഞാൻ ശ്രദ്ധിച്ചോളാം. ആദ്യം തന്നെ ഈ അസുഖമുള്ള അകിടിലെ പാല് പൂർണ്ണമായിട്ട് കറന്നു മാറ്റണം. അത് പിന്നീട് കുട്ടികൾക്കോ പൂച്ചകൾക്കോ ഒന്നും കൊടുക്കാൻ നിൽക്കണ്ട. മണ്ണിൽ കുഴിച്ചു മൂടാം. പിന്നെ കറന്നു കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ ഈ അകിടിലെ ഈ സുഷിരങ്ങളൊക്കെ തുറന്നിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. അപ്പോൾ അണുക്കൾ കയറാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ ലായനി ഇല്ലേ, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കടയിൽ ടീ ഡിപ്പിന്റെ ലായനി വാങ്ങിക്കാൻ കിട്ടും. അതിലേക്ക് ഈ മുലക്കാമ്പുകളൊക്കെ ഒന്ന് മുക്കി വെക്കുക. പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ, ഈ കറന്നു കഴിഞ്ഞിട്ട് ഈ പശുവിനെ ഒരു അരമണിക്കൂറെങ്കിലും കിടക്കാൻ സമ്മതിക്കരുത്. നിർത്തിയേക്കുക. അതിനിപ്പോ എന്തെങ്കിലും തീറ്റ വല്ലതും അമ്മ ചിട്ടു കൊടുത്തേച്ചാൽ മതി. ശരി ഡോക്ടറെ, ഇനി തൊഴുത്ത് എപ്പോഴും ഉണക്കി സൂക്ഷിക്കാൻ ഞാൻ നോക്കിക്കോളാം. അത് മതി. തൊഴുത്തിലെ വൃത്തിയാണ് അകിടുവീക്കം തടയാനുള്ള ഏറ്റവും വലിയ മരുന്ന് കൃത്യമായിട്ട് ചെയ്യണം കേട്ടോ. നാളെ ഞാൻ വന്ന് നോക്കാം. ശരി എന്നാ. കൃത്യമായ ചികിത്സയും തികഞ്ഞ ശുചിത്വവും ഉണ്ടെങ്കിൽ അകിടുവീക്കത്തെ തോൽപ്പിക്കാം. വെറ്റിനറി യൂണിവേഴ്സിറ്റിയുടെ സന്ദേശം. അകിടുവീക്കവും പ്രതിരോധവും പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച നാടകമാണ് ഇതുവരെ കേട്ടത്. ഇന്നത്തെ മൃഗവിശേഷം. ഇന്നത്തെ മൃഗവിശേഷം തീറ്റപ്പുൽ കൃഷിരീതികളെക്കുറിച്ചാണ്. ഇതേക്കുറിച്ച് തിരുവാഴാംകുന്ന് LRS അഗ്രോണമി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അഖില സി തമ്പി സംസാരിക്കുന്നു. കേരളത്തിന് അനുയോജ്യമായ കാലിത്തീറ്റ വിളകളും കൃഷിരീതികളും. കേരളത്തിലെ ക്ഷീരകർഷകർ നേരിടുന്ന പ്രധാന വെല്ലുവിളിയാണ് കാലിത്തീറ്റയുടെ വിലവർധന. പാലുൽപാദനത്തിന്റെ 60% ചിലവ് വരുന്നത് കാലിത്തീറ്റയ്ക്കാണ്. ആവശ്യത്തിന് പച്ചപ്പുല്ല് ഉൽപ്പാദിപ്പിക്കുവാൻ സാധിച്ചാൽ ഈ ചിലവ് ഗണ്യമായി കുറയ്ക്കാം. അങ്ങനെ കുറഞ്ഞ ചിലവിൽ കൂടുതൽ പാലുൽപാദനം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് പച്ചപ്പുല്ലിനുള്ള പ്രാധാന്യം വളരെയാണ്. കാലിത്തീറ്റയിൽ
പോഷക ഘടകങ്ങളായ മാംസ്യവും അന്നജവും കൊഴുപ്പുമാണ് പ്രധാനമായും ഉള്ളത്. മറ്റു പോഷകങ്ങളായ ജീവകങ്ങൾ, ധാതുലവണങ്ങൾ, നാര്, ജലം എന്നിവ പച്ചപ്പുല്ലിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. ധാരാളം പോഷകങ്ങൾ അടങ്ങിയ പച്ചപ്പുല്ല് നൽകുന്നത് വഴി പാലിന്റെ അളവും ഗുണമേന്മയും വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. അതിനായി കാലിത്തീറ്റ വിളകൾ കൃഷി ചെയ്ത് തീറ്റപ്പുൽ ഉൽപ്പാദിപ്പിച്ചെങ്കിൽ മാത്രമേ ലാഭകരമായ പാലുൽപാദനം സാധ്യമാകൂ. കാലിത്തീറ്റ വിളകളെ പൊതുവെ പുല്ലിനങ്ങൾ, ധാന്യവിളകൾ, പയർവർഗ്ഗങ്ങൾ, വൃക്ഷവിളകൾ എന്നിങ്ങനെ 4ആയി തരംതിരിക്കാം. പുല്ലിനങ്ങളിലും ധാന്യവിളകളിലും മാംസ്യത്തിന്റെ അളവ് കുറവും അന്നജത്തിന്റെയും നാരിന്റെയും അളവ് കൂടുതലായിരിക്കും. എന്നാൽ പയർവർഗ്ഗങ്ങളിലും വൃക്ഷവിളകളിലും മാംസ്യത്തിന്റെ അളവ് കൂടുതലായിരിക്കും. വീട്ടുവളപ്പുകളിലും പറമ്പുകളിലും തനിവിളയായും ഇടവിളയായും കൃഷി ചെയ്യാൻ പറ്റിയ ചില കാലിത്തീറ്റ വിളകളെ പരിചയപ്പെടാം. സങ്കര നേപ്പിയർ, ഗിനി, സിഗ്നൽ, കോങ്കോ സിഗ്നൽ, പാരപ്പുല്ല്, സെറ്റേറിയ തുടങ്ങിയവ പുല്ലിനത്തിൽപ്പെട്ട കാലിത്തീറ്റ വിളകളാണ്. ഇവയെല്ലാം ദീർഘകാല വിളകളാണ്. മക്കച്ചോളം, മണിച്ചോളം തുടങ്ങിയവ ധാന്യവിളകളാണ്. ഇവയെല്ലാം ഹ്രസ്വകാല വിളകളാണ്. വൻപയർ, സ്റ്റൈലോസാന്തസ്, സെൻട്രോ, അമരപ്പയർ മുതലായവ പയർവർഗ കാലിത്തീറ്റ വിളകളാണ്. ഇവയിൽ വൻപയറും അമരപ്പയറും ഹ്രസ്വകാല വിളകളും സ്റ്റൈലോസാന്തസ് ഒരു ദീർഘകാല പയറുവർഗ വിളയാണ്. ശീമക്കൊന്ന, പീലിവാക, അഗത്തി, കലിയാൻഡ്ര മുതലായവയാണ് വൃക്ഷവിളകളിലെ പ്രമുഖർ. വൃക്ഷവിളകൾ ദീർഘകാല വിളകളാണ്. സങ്കര നേപ്പിയർ ഏറ്റവും കൂടുതൽ വിളവ് ലഭിക്കുന്നതിനാൽ കേരളത്തിലെ കർഷകർ ഏറ്റവും അധികം കൃഷി ചെയ്യുന്ന ഒരു പുല്ലിനമാണ് സങ്കര നേപ്പിയർ. അത്യുൽപാദന ശേഷിയുള്ള പോഷക സമ്പുഷ്ടമായ ഒരു പുല്ലിനമാണിത്. കേരളത്തിലെ കരപ്രദേശങ്ങളിലും വീട്ടുവളപ്പിലെ പുരയിടങ്ങളിലും കൃഷി ചെയ്യാൻ യോജിച്ച ഒരു തീറ്റപ്പുല്ലാണിത്. ഉൽപാദനശേഷി കൂടിയ ഇവയിൽ ധാരാളം ചിനപ്പുകളും ഇലകളും ഉണ്ടാകുകയും പെട്ടെന്ന് വളരുകയും ചെയ്യുന്നു. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലേക്ക് യോജിച്ച വിളയാണിത്. സങ്കര ഇനമായതിനാൽ ഇതിന്റെ വിത്തിന് അങ്കുരണ ശേഷി ഇല്ല. 3 മുട്ടുകളുള്ള തണ്ടോ വേരോട് കൂടിയ ചിനപ്പുകളോ നടീൽ വസ്തുക്കളായി ഉപയോഗിക്കാം. കേരളത്തിലെ മണ്ണ് പ്രധാനമായും അമ്ലത്വ സ്വഭാവമുള്ളവയാണ്. അതിനാൽ പുളിരസമുള്ള മണ്ണിന് ഹെക്ടർ 1-ന് 250 മുതൽ 300 കിലോഗ്രാം കുമ്മായം ചേർക്കുന്നത് നല്ലതാണ്. അടിവളമായി ഹെക്ടർ 1-ന് 25 ടൺ ചാണകം, 50 കിലോഗ്രാം വീതം ഫോസ്ഫറസ്, പൊട്ടാഷ് മണ്ണിൽ ചേർക്കണം. 200 കിലോഗ്രാം നൈട്രജൻ 2-3 തവണകളായി മണ്ണിൽ ചേർക്കണം. ഓരോ വിളവെടുപ്പിന് ശേഷവും ചാണക ഗോമൂത്ര സ്ലറിയോ തൊഴുത്ത് കഴുകിയ വെള്ളമോ തളിച്ചു കൊടുക്കുന്നതും നല്ലതാണ്. മഴക്കാലത്ത് വെള്ളം കെട്ടി നിൽക്കാതെ ശ്രദ്ധിക്കണം. മഴയുടെ ലഭ്യത അനുസരിച്ച് ജലസേചനം നടത്താം. ജലസേചനം പോലെ തന്നെ പ്രധാനമാണ് കളനിയന്ത്രണവും, പ്രത്യേകിച്ചും പുല്ല് നട്ട് ആദ്യ 2 മാസങ്ങളിൽ. പുല്ല് നന്നായി വളർന്നു കഴിഞ്ഞാൽ പിന്നെ കളകളുടെ വളർച്ച കുറയും എന്നതിനാൽ 3-4 പ്രാവശ്യം വിളവെടുത്തതിനു ശേഷം മാത്രമേ പിന്നീട് കളകൾ നീക്കം ചെയ്യേണ്ടി വരികയുള്ളൂ. നട്ട് 70-75 ദിവസം കഴിയുമ്പോൾ ആദ്യ വിളവെടുക്കാം. പിന്നീട് 45 ദിവസം ഇടവിട്ട് വിളവെടുക്കാവുന്നതാണ്. അങ്ങനെ വർഷത്തിൽ 6 മുതൽ 8 പ്രാവശ്യം വിളവെടുക്കാം. 10 മുതൽ 15 സെന്റിമീറ്റർ മുകളിൽ വെച്ച് മുറിച്ചെടുക്കേണ്ടതാണ്. ചെടികൾ പുഷ്പിക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ മുറിച്ചെടുത്താൽ കൂടുതൽ പോഷകം അടങ്ങിയിരിക്കും. സങ്കര നേപ്പിയറിൽ 10.2% മാംസ്യവും ഏകദേശം 30% നാരും അടങ്ങിയിരിക്കുന്നു. ഇലകൾ വീതിയേറിയതും പച്ച നിറമുള്ളതും അരികുകൾ മൃദുലവുമായതിനാൽ കന്നുകാലികൾ ഇഷ്ടപ്പെടുന്നു. പയറുവർഗത്തിൽപ്പെട്ട വൻപയർ, കലപ്പഗോണിയം, സെൻട്രോസീമ എന്നിവയുമായി ഇടകലർത്തി നടുന്നത് തീറ്റയുടെ മാംസ്യ ലഭ്യത കൂട്ടുന്നു. പച്ചപ്പുല്ലായും സൈലേജ് രൂപത്തിലാക്കിയും സങ്കര നേപ്പിയർ ഉപയോഗിക്കാം. ഗിനിപ്പുല്ല് കേരളത്തിലെ എല്ലാ ജില്ലകളിലും കൃഷി ചെയ്യാവുന്ന ഒരു പുല്ലിനമാണ് ഗിനിപ്പുല്ല്. ഉൽപാദനശേഷിയിലും ഗുണമേന്മയിലും മികച്ചു നിൽക്കുന്ന മറ്റൊരു പുല്ലിനമാണിത്. ചരിവുള്ള സ്ഥലങ്ങളിൽ മണ്ണൊലിപ്പ് തടയുന്നതിന് സഹായിക്കും. തെങ്ങിൻ തോപ്പുകൾ, കുന്നിൻ പ്രദേശങ്ങൾ, ചരിവുള്ള സ്ഥലങ്ങൾ, നദീതീരങ്ങൾ, നെൽപ്പാടങ്ങളുടെ വരമ്പുകൾ, ജലസേചന കനാൽ ബണ്ടുകൾ എന്നീ സ്ഥലങ്ങളിലും വളരെ അനുയോജ്യമാണ്. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ വളരെ യോജിച്ചതും പ്രതികൂല സാഹചര്യങ്ങളിലും നല്ല വിളവ് തരുന്നതുമായ
കാലിത്തീറ്റ വിളയാണ് ഗിനിപ്പുല്ല്. കളയില്ലാത്ത ഉറപ്പുള്ള മണ്ണാണ് നടാൻ അനുയോജ്യം. മണ്ണ് 2-3 തവണ നല്ലതുപോലെ കിളച്ച് പൊടിപ്പരുവത്തിലാക്കി നിലമൊരുക്കണം. അതിനുശേഷം ഉൽപാദനശേഷി കൂടിയ ഇനങ്ങൾ നടുവാൻ തിരഞ്ഞെടുക്കാവുന്നതാണ്. റിവേഴ്സ് ഡെയിൽ, മക്വിനി, ഹരിത, COGG3 എന്നിവ മികച്ച ഇനങ്ങളാണ്. മെയ് ജൂൺ മാസങ്ങളിൽ മഴയെ ആശ്രയിച്ച് കൃഷി തുടങ്ങാം. ജലസേചന സൗകര്യമുള്ള സ്ഥലങ്ങളിൽ വർഷം മുഴുവൻ കൃഷി ചെയ്യാം. നട്ട് 70 മുതൽ 80 ദിവസം കഴിഞ്ഞ് ആദ്യ വിളവെടുപ്പ് നടത്താം. തുടർന്ന് 45 ദിവസ ഇടവേളകളിൽ വിളവെടുക്കാം. തറനിരപ്പിൽ നിന്നും 15 സെന്റിമീറ്റർ ഉയരത്തിൽ മുറിച്ചെടുക്കാവുന്നതാണ്. 1 ഹെക്ടറിൽ നിന്ന് പ്രതിവർഷം 100 മുതൽ 120 ടൺ വരെ പച്ചപ്പുല്ല് ലഭിക്കും. ഉണക്കിയ പുല്ല്, സൈലേജ് എന്നീ രൂപത്തിൽ ദീർഘകാലം ഇവ ഉപയോഗിക്കാം. ഈ പുല്ലിൽ 8 മുതൽ 14% മാംസ്യവും 28 മുതൽ 30% നാരുകളും അടങ്ങിയിരിക്കുന്നു. മണ്ണിൽ പടർന്നു വരുന്ന പോഷക ഗുണമുള്ള ഒരു പുല്ലിനമാണ് കോങ്കോ സിഗ്നൽ. ചരിവുള്ള സ്ഥലങ്ങളിൽ മണ്ണൊലിപ്പ് തടയുന്നതിന് കോങ്കോ സിഗ്നൽ കൃഷി ചെയ്യാവുന്നതാണ്. പയർവർഗ്ഗ ചെടികൾക്കൊപ്പം ഇടകലർത്തി കൃഷി ചെയ്യുന്നത് അനുയോജ്യമാണ്. നല്ല നീർവാർച്ചയുള്ള ഏതുതരം മണ്ണിലും ഇവ കൃഷി ചെയ്യാം. തനിവിളയായോ ഇടവിളയായോ ഇത് കൃഷി ചെയ്യാം. നിലം നന്നായി ഉഴുതുമറിച്ച് കളകൾ നീക്കി കൃഷി ചെയ്യാം. കാലവർഷാരംഭമാണ് കൃഷി ആരംഭിക്കാൻ അനുയോജ്യം. മഴയുടെ കാഠിന്യം അധികരിക്കുന്നതിന് മുമ്പ് തന്നെ വിത്ത് വിതച്ചിരിക്കണം. വിത്തുകളും പുൽക്കടകളുമാണ് ഈ ഇനത്തിന്റെ നടീൽ വസ്തുക്കൾ. വിത്തുകൾ 2 സെന്റിമീറ്റർ ആഴത്തിൽ വേണം വിതയ്ക്കേണ്ടത്. ചാണകവും മൂത്രവും തൊഴുത്ത് കഴുകുന്ന വെള്ളവും വളമായി ഉപയോഗിക്കാം. നട്ട് 50 ദിവസം എത്തുമ്പോൾ ആദ്യത്തെ വിളവെടുക്കാം. തറനിരപ്പിൽ നിന്നും ഏകദേശം 15 സെന്റിമീറ്റർ ഉയരത്തിൽ മുറിച്ചെടുക്കണം. തുടർന്ന് 30-40 ദിവസത്തിലൊരിക്കൽ വിളവെടുപ്പ് നടത്താവുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പുല്ലിനമാണ് പാരപ്പുല്ല്. എരുമപ്പുല്ല് എന്ന പേരിൽ വടക്കേ ഇന്ത്യയിലും മൗറീഷ്യസ് പുല്ല് എന്ന പേരിൽ വിദേശത്തും ഈ പുല്ലിനം അറിയപ്പെടുന്നു. കുട്ടനാടൻ വെള്ളക്കെട്ട് പ്രദേശങ്ങൾക്കും ചതുപ്പു നിലങ്ങൾക്കും അനുയോജ്യമാണ്. തീരപ്രദേശങ്ങളിലാണ് മികച്ച വിളവ് നൽകുന്നത്. ജൈവവള ലഭ്യതയിൽ തഴച്ചു വളരുന്നതും രോമാവൃതമായ തണ്ടുകളോട് കൂടിയതുമാണ് ഈ പുല്ലിനം. വരണ്ട പാലക്കാടൻ പ്രദേശങ്ങളിലും ഉയരം കൂടിയ സ്ഥലങ്ങളിലും അത്ര അനുയോജ്യമല്ല. തറനിരപ്പിൽ നിന്നും 70 സെന്റിമീറ്റർ ഉയരമെത്തുമ്പോൾ മുറിച്ചു മാറ്റണം. തുടർന്ന് 30-40 ദിവസത്തിലൊരിക്കൽ വിളവെടുപ്പ് നടത്താവുന്നതാണ്. ഈ പുല്ലിന്റെ പോഷക മൂല്യം കുറവാണ്. മാംസ്യത്തിന്റെ അളവ് 2.8 മുതൽ 16% വരെയും ദഹ്യനാരുകളുടെ അളവ് 28 മുതൽ 34% വരെയുമാണ്. സെറ്റേറിയ പുല്ല്. കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുവാൻ അനുയോജ്യമായ പുല്ലാണ് സെറ്റേറിയ. പുൽക്കടകളും വിത്തും നടീൽ വസ്തുക്കളായി ഉപയോഗിക്കാം. ഉഴുതുമറിച്ച സ്ഥലത്ത് ഹെക്ടർ 1-ന് 10 ടൺ ചാണകം അടിവളമായി നൽകണം. ആദ്യത്തെ ഒരാഴ്ച നല്ല പോലെ നനച്ചു കൊടുക്കണം. വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത്. ഓരോ വിളവെടുപ്പിന് ശേഷവും തൊഴുത്ത് കഴുകിയ വെള്ളം, ചാണക സ്ലറി, ഗോമൂത്രം ഇവയുടെ മിശ്രിതം നൽകാം. 9 മുതൽ 10 ആഴ്ച പ്രായത്തിൽ തറനിരപ്പിൽ നിന്നും 8 മുതൽ 10 സെന്റിമീറ്റർ ഉയരത്തിൽ അരിഞ്ഞെടുക്കാം. പിന്നീട് ഓരോ വിളവെടുപ്പും 45 ദിവസത്തെ ഇടവേളയിൽ നടത്താം. ജലസേചനത്തോടെ വളർത്തുമ്പോൾ ഹെക്ടർ 1-ന് ഏകദേശം 109 ടൺ വരെ വിളവ് ലഭിക്കും. ഉണക്കപ്പുല്ല് നിർമ്മാണത്തിനും അനുയോജ്യമാണ് സെറ്റേറിയ പുല്ല്. ദഹ്യമാംസത്തിന്റെ അളവ് 4 മുതൽ 18% വരെയും ദഹ്യനാരിന്റെ അളവ് 24 മുതൽ 34% വരെയുമാണ്. ധാന്യവിളകൾ. മക്കച്ചോളം, മണിച്ചോളം എന്നിവ കേരളത്തിൽ കൃഷി ചെയ്യാൻ യോജിച്ച ധാന്യവർഗ കാലിത്തീറ്റ വിളകളാണ്. മഴയെ ആശ്രയിച്ച് ജൂൺ ജൂലൈയിലും സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലും കൃഷി ചെയ്യാം. നനയ്ക്കാൻ സാധ്യതയുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും മക്കച്ചോളം കൃഷി ചെയ്യാം. തെങ്ങിൻ തോപ്പിൽ ഇടവിളയായും മക്കച്ചോളം കൃഷി ചെയ്യാം. പയർ, ചതുരപ്പയർ തുടങ്ങിയവയുടെ വിത്തുമായി കലർത്തി മിശ്ര കൃഷിയായും ചോളം കൃഷി ചെയ്യാം. നെൽപ്പാടങ്ങളിൽ കുറച്ച് ജലസേചന സൗകര്യമുണ്ടെങ്കിൽ 3-ാം വിളയായും കൃഷിയിറക്കാം. വരണ്ട കാലാവസ്ഥയിലും തീരെ മഴ കുറഞ്ഞ സ്ഥലങ്ങളിലും കൃഷി ചെയ്യാൻ യോജിച്ച വിളയാണ് മണിച്ചോളം. കേരളത്തിന് അനുയോജ്യമായ മക്കച്ചോള ഇനമാണ് ആഫ്രിക്കൻ ടോൾ. മണിച്ചോളത്തിലുള്ള മികച്ച ഇനങ്ങളാണ് COFS 29, COFS 30 മുതലായവ. വിത്തുകളാണ് നടീൽ വസ്തുക്കളായി ഉപയോഗിക്കുന്നത്. വിത്ത് വിതച്ചോ കുഴി കുത്തിയോ കൃഷി ചെയ്യാം.
30x15 സെന്റിമീറ്റർ അകലത്തിൽ വിത്തിടണം. 1 ഹെക്ടറിന് 40 മുതൽ 50 കിലോഗ്രാം വിത്ത് വേണ്ടിവരും. അടിവളമായി ഹെക്ടർ 1-ന് 10 ടൺ ചാണകം, 120 കിലോഗ്രാം നൈട്രജൻ, 60 കിലോഗ്രാം ഫോസ്ഫറസ്, 40 കിലോഗ്രാം പൊട്ടാസ്യം എന്നിവ നൽകണം. ജലസേചനം വേണ്ടത്രയുള്ള കൃഷിസ്ഥലത്ത് മണിച്ചോളത്തിന്റെ മുറിച്ച ശേഷമുള്ള കുറ്റികളിൽ നിന്ന് വീണ്ടും പൊട്ടിക്കിളിർത്തു വരും. തൊഴുത്ത് കഴുകിയ വെള്ളം, ചാണക സ്ലറി, ഗോമൂത്രം നിർപ്പിച്ചത് എന്നിവ നൽകിയാൽ ഇവ തഴച്ചു വളരും. 1 ഹെക്ടറിൽ നിന്നും ഏകദേശം 150 ടണ്ണിന് മുകളിൽ വിളവ് ലഭിക്കാവുന്നതാണ്. കേരളത്തിന് അനുയോജ്യമായ പയർവർഗ കാലിത്തീറ്റ വിളകൾ. പയർവർഗ വിളകൾ അന്തരീക്ഷത്തിലെ നൈട്രജൻ വലിച്ചെടുത്ത് മണ്ണിലെ ജൈവാംശം കൂട്ടാൻ സഹായിക്കുന്നു. വൻപയർ. പയർവർഗ വിളകളിലെ പ്രധാന ഹ്രസ്വകാല കാലിത്തീറ്റ വിളയാണ് വൻപയർ. കേരളത്തിൽ മെയ് മാസ കൃഷിയായും വേനൽ കൃഷിയായും വൻപയർ കൃഷി ചെയ്യാം. നിലം നന്നായി കിളച്ചൊരുക്കി വിത്ത് നുരയിടുകയോ വിതയ്ക്കുകയോ ചെയ്യാം. 1 ഹെക്ടർ സ്ഥലത്ത് വിതയ്ക്കാൻ 40 മുതൽ 50 കിലോഗ്രാം വിത്ത് വേണം. കുഴികുത്തി നിക്ഷേപിക്കുമ്പോൾ 15 മുതൽ 40 കിലോഗ്രാം 1 ഹെക്ടറിന് വേണ്ടി വരികയുള്ളൂ. പാകുന്നതിന് മുൻപ് നിലം നന്നായി നനയ്ക്കണം. അടിവളമായി 10 ടൺ ചാണകം, 25 കിലോഗ്രാം നൈട്രജൻ, 60 കിലോഗ്രാം ഫോസ്ഫറസ്, 30 കിലോഗ്രാം പൊട്ടാസ്യം 1 ഹെക്ടറിന് എന്ന തോതിൽ നൽകണം. ഓരോ വിളവെടുപ്പിന് ശേഷവും നൈട്രജൻ, പൊട്ടാസ്യം എന്നിവ 10 കിലോഗ്രാം വീതം മണ്ണിൽ ചേർക്കണം. നട്ട് 45 ദിവസം ആവുമ്പോൾ ആദ്യത്തെ വിളവെടുപ്പും പിന്നീട് മാസം തോറും വിളവെടുപ്പ് സാധ്യമാണ്. അങ്ങനെ വർഷത്തിൽ 2-3 തവണ വിളവെടുക്കാവുന്നതാണ്. സ്റ്റൈലോസാന്തസ്. പയർ വർഗത്തിൽപ്പെട്ട ദീർഘകാല കാലിത്തീറ്റ വിളയാണ് സ്റ്റൈലോ. മണ്ണൊലിപ്പ് തടയുന്നതിന് ഈ വിള കൃഷി ചെയ്യാം. തനിവിളയായും ഇടവിളയായും കൃഷി ചെയ്യാം. വരണ്ട കാലാവസ്ഥയിലും അധികം മഴയുള്ള സ്ഥലങ്ങളിലും കൃഷി ചെയ്യാൻ യോജിച്ചതാണ്. വളക്കൂറില്ലാത്ത മണ്ണ്, ചരൽ മണ്ണ്, മണൽ മണ്ണ് എന്നിവയിലും കൃഷി ചെയ്യാം. 1 ഹെക്ടറിന് 2 മുതൽ 4 കിലോഗ്രാം വിത്ത് ആവശ്യമാണ്. പയറിനങ്ങളുടെ വിത്തുകൾ മുളയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളതിനാൽ വിതയ്ക്കുന്നതിന് തലേ ദിവസം ഒരു രാത്രി മുഴുവൻ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. റൈസോബിയം കൾച്ചറുമായി ഇളക്കി ചേർത്ത് വിതയ്ക്കുന്നതാണ് ഉത്തമം. മണൽ പ്രദേശങ്ങളിലും വളക്കൂറ് കുറഞ്ഞ മണ്ണിലും ജൈവവളത്തിനോടൊപ്പം ഫോസ്ഫറസ് വളങ്ങൾ ചേർത്ത് നൽകുന്നത് ചെടി തഴച്ചു വളരുവാൻ സഹായിക്കും. വിത്ത് വിതച്ച് 3 മാസം കഴിയുമ്പോൾ ആദ്യ വിളവെടുപ്പ് നടത്താം. തുടർന്ന് 1.5 മാസ ഇടവേളകളിലും വിളവെടുക്കാം. നല്ല പരിചരണം കൊടുത്താൽ വർഷത്തിൽ 4-5 തവണ വിളവെടുക്കാവുന്നതും 2 മുതൽ 3 വർഷം വരെ തുടർച്ചയായി വിളവ് തരികയും ചെയ്യും. അധികം മഴയില്ലാത്ത സമയത്ത് മുറിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. തറനിരപ്പിൽ നിന്ന് 10 മുതൽ 15 സെന്റിമീറ്റർ ഉയരത്തിൽ മുറിച്ചു മാറ്റണം. 1 ഹെക്ടറിൽ നിന്നും ഏകദേശം 25 മുതൽ 30 ടൺ വിളവ് ലഭിക്കും. വൃക്ഷവിളകൾ. കഠിന വേനലിലും നല്ല ഉൽപാദനം നൽകുന്നതിനാൽ വേനൽക്കാലത്തെ പച്ചപ്പുൽ ക്ഷാമത്തിന് നല്ലൊരു പരിഹാരമാണ് വൃക്ഷവിളകൾ. പറമ്പിന്റെ അതിരുകളിൽ വേലിയായും തരിശുഭൂമിയിലും ചരിവുകളിലും ഇവ നടാം. വളക്കൂർ കുറഞ്ഞ മണ്ണിൽ തനിവിളയായും കൃഷി ചെയ്യാവുന്നതാണ്. സുബാബുൾ. പയർവർഗത്തിൽപ്പെട്ട വൃക്ഷവിളയാണ് സുബാബുൾ. സുബാബുൾ ഇലകളും മൃദുശാഖകളും പോഷക സമൃദ്ധവും 27 മുതൽ 34% വരെ മാംസ്യം, വൈറ്റമിൻ എ എന്നിവ അടങ്ങിയതുമാണ്. ഹെക്ടറിന് 3 മുതൽ 4 കിലോഗ്രാം വിത്ത് എന്ന തോതിൽ നടാം. നഴ്സറികളിൽ തയ്യാറാക്കിയ തൈകളും നടുവാനായി ഉപയോഗിക്കാം. ഹെക്ടർ 1-ന് അടിവളമായി 20 കിലോഗ്രാം നൈട്രജൻ, 80 കിലോഗ്രാം ഫോസ്ഫറസ്, 30 കിലോഗ്രാം പൊട്ടാസ്യം എന്നിവ നൽകാം. നട്ട് 4-ാം മാസം ആവുമ്പോൾ ആദ്യ വിളവെടുപ്പ് നടത്താം. നിലത്ത് നിന്നും 50 മുതൽ 80 സെന്റിമീറ്റർ ഉയരത്തിൽ ശിഖരങ്ങൾ വെട്ടിയെടുക്കാം. തുടർന്ന് 1.5 മാസം കൂടുമ്പോൾ വിളവെടുക്കാവുന്നതാണ്. 1 ഹെക്ടറിൽ നിന്നും 25 മുതൽ 30 ടൺ വിളവ് ലഭിക്കും. ശീമക്കൊന്ന. കേരളത്തിൽ പച്ചിലവളമായി ഉപയോഗിക്കുന്ന ശീമക്കൊന്ന ഒരു ദീർഘകാല വൃക്ഷവിളയാണ്. മൂത്ത കമ്പോ വിത്തോ നടീൽ വസ്തുക്കളായി ഇതിൽ ഉപയോഗിക്കാം. മാംസ്യസമ്പുഷ്ടമാണ് ശീമക്കൊന്ന ഇലകൾ. സുബാബുൾ, ശീമക്കൊന്ന തുടങ്ങിയവയിൽ ചെറിയ അളവിൽ അടങ്ങിയിട്ടുള്ള വിഷാംശം ഒഴിവാക്കാൻ ഇവ വെയിലത്ത് വാട്ടിയിട്ട് മാത്രമേ പശുക്കൾക്ക് നൽകുവാൻ പാടുള്ളൂ. അഗത്തി. മറ്റൊരു പ്രധാന പയർ വർഗത്തിൽപ്പെട്ട വൃക്ഷവിളയാണ് അഗത്തി. ഇലകളും ഇളം കൊമ്പുകളും നല്ല കാലിത്തീറ്റയായി ഉപയോഗിക്കാം. മഴക്കാലത്ത് ഇവയുടെ കൊമ്പുകൾ നട്ടാൽ പെട്ടെന്ന് വളരും. ഈ രീതിയിൽ പുല്ലിനങ്ങൾ, പയർവിളകൾ, ധാന്യവിളകൾ, വൃക്ഷവിളകൾ എന്നിവയെല്ലാം ഉൾപ്പെടുത്തി കൃഷി ചെയ്താൽ
പശുക്കൾക്ക് വർഷം മുഴുവൻ ഗുണമേന്മയുള്ള പുല്ല് നൽകുവാനും അതുവഴി കുറഞ്ഞ ചിലവിൽ പാലുൽപാദനം വർദ്ധിപ്പിക്കുവാനും സാധിക്കും. തീറ്റപ്പുൽ കൃഷിരീതികൾ. തിരുവാഴാംകുന്ന് LRS അഗ്രോണമി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അഖില സി തമ്പി സംസാരിക്കുകയായിരുന്നു ഇതുവരെ. അന്തിപ്പൊൻവെട്ടം മെല്ലെ താഴുമ്പോ, അന്തിപ്പൊൻവെട്ടം കടലിൽ മെല്ലെ താഴുമ്പോ, മാനത്തെ മുല്ലത്തറയിലെ മാണിക്യച്ചെപ്പ് വിണ്ണിൻ മാണിക്യച്ചെപ്പ്. അന്തിപ്പൊൻവെട്ടം കടലിൽ മെല്ലെ താഴുമ്പോ, മാനത്തെ മുല്ലത്തറയിലെ മാണിക്യച്ചെപ്പ് വിണ്ണിൻ മാണിക്യച്ചെപ്പ്. കൊളുത്തിയ 1000 വിളക്കുകൾ എരിയും നമ്പര നടയിൽ, തിരിയിട്ടു കൊളുത്തിയ 1000 വിളക്കുകൾ എരിയും നമ്പര നടയിൽ, അന്തിപ്പൊൻവെട്ടം കടലിൽ മെല്ലെ താഴുമ്പോ, മാനത്തെ മുല്ലത്തറയിലെ മാണിക്യച്ചെപ്പ് വിണ്ണിൻ മാണിക്യച്ചെപ്പ്. ചെറുമൺകുടിൽ തീർത്ത് കരിമിഴിയാളെ ഞാൻ കൊണ്ടുപോകാം, കരിമിഴിയാളെ ഞാൻ കൊണ്ടുപോകാം. അന്തിപ്പൊൻവെട്ടം കടലിൽ മെല്ലെ താഴുമ്പോ, മാനത്തെ മുല്ലത്തറയിൽ മാണിക്യച്ചെപ്പ് വിണ്ണിൻ മാണിക്യച്ചെപ്പ്. അറിയിപ്പുകൾ.
കേരള വെറ്റിനറി സർവകലാശാലയിലെ PG PhD പ്രോഗ്രാമുകളിലെ പ്രവേശനത്തിന് 20-ാം തീയതി വരെ ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കും. മണ്ണുത്തിയിലും പൂക്കോടും ക്യാമ്പസുകളുണ്ട്. PG പ്രോഗ്രാമുകൾ. മൊത്തം സീറ്റുകളിൽ 70% വരുന്ന സംസ്ഥാന ക്വാട്ട സീറ്റുകളിലേക്ക് ദേശീയ എൻട്രൻസ് പരീക്ഷയിലെ NDA റാങ്ക് അനുസരിച്ച് സർവകലാശാല തിരഞ്ഞെടുപ്പ് നടത്തും. ശേഷിച്ച 30% കേന്ദ്ര ക്വാട്ടയിലേക്ക് ICIR ആണ് തിരഞ്ഞെടുപ്പും അലോട്ട്മെന്റും നടത്തുന്നത്. MVSC 2 വർഷം 2 ക്യാമ്പസുകളിലും പഠന സൗകര്യമുണ്ട്. 10-ൽ 6 ഗ്രേഡ് പോയിന്റ് ആവറേജോടെ വെറ്റിനറി ബിരുദം വേണം. പട്ടികജാതി ഭിന്നശേഷി വിഭാഗക്കാർക്ക് 10-ൽ 5.5 മതി. പൊതുവിഭാഗത്തിന് 40 വയസ്സും പട്ടികജാതി ഭിന്നശേഷി വിഭാഗക്കാർക്ക് 45 പരമാവധി പ്രായം. 2 വർഷത്തേക്ക് ആകെ 1 ലക്ഷം രൂപയോളം ഫീസ് നൽകണം. 1ഉം 2ഉം വർഷങ്ങളിൽ യഥാക്രമം 9,000, 25,000 രൂപ പ്രതിമാസ ഫെലോഷിപ്പ് ഉണ്ട്. ക്ലിനിക്കൽ വിഷയങ്ങളിലും ലൈവ് സ്റ്റോക്ക് പ്രൊഡക്ഷൻ ടെക്നോളജിയിലും 3, 4, 5 വർഷങ്ങളിൽ സീനിയർ റെസിഡൻസി അനുവദിക്കാം. യഥാക്രമം 30,000, 35,000, 40,000 രൂപ ഫെലോഷിപ്പ് കിട്ടും. MTech ഡയറി ടെക്നോളജി 2 വർഷം. പ്രോഗ്രാം മണ്ണുത്തി ക്യാമ്പസിൽ. ഡയറി കെമിസ്ട്രി, മൈക്രോബയോളജി, ടെക്നോളജി എന്നീ 3 പഠനശാഖകളുണ്ട്. ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി അഥവാ ഡയറി ടെക്നോളജി ബാച്ചിലർ ബിരുദം വേണം. ഗ്രേഡ് പോയിന്റ് ആവറേജും പ്രായവും ഫീസും MVSC തന്നെ. MVSC പ്രോഗ്രാമിനുള്ള ശാഖകളിൽ PhDക്കും സൗകര്യമുണ്ട്. ബന്ധപ്പെട്ട വിഷയത്തിൽ 10-ൽ 7.5 ഗ്രേഡ് പോയിന്റ് ആവറേജോടെ മാസ്റ്റർ ബിരുദം വേണം. പട്ടികജാതി ഭിന്നശേഷി വിഭാഗക്കാർക്ക് 10-ൽ 7 മതി. ദേശീയ എൻട്രൻസ് പരീക്ഷയിലെ NDA റാങ്ക് അനുസരിച്ച് സർവകലാശാല തിരഞ്ഞെടുപ്പ് നടത്തും. ICIRന്റെ നിയന്ത്രണത്തിൽ വരാത്ത ബയോസയൻസ്, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ആനിമൽ അഗ്രികൾച്ചർ എന്നീ വിഷയങ്ങളിലെ PhD പ്രവേശനം ദേശീയ യോഗ്യതാ പരീക്ഷയിലെ മികവ് നോക്കി സർവകലാശാല നടത്തും. കേരള വെറ്ററിനറി ആനിമൽ സയൻസസ് സർവകലാശാല വയലും വീടും ജീവനാദം പ്രക്ഷേപണ പരമ്പരയുടെ ഇന്നത്തെ അധ്യായം സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം ലിജി അനിൽ. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം. വയലും വീടും സമാപിക്കുന്നു.